അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഭൂമിയിൽ കാലുകുത്തിയ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. ആദ്യ പിതാവും അദ്ദേഹം തന്നെയാണ്. ആദം നബി പറ്റി അറിയാത്തവരായി ആരുമില്ല. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. 2 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു. കാബീൽ, ഹാബീൽ എന്നിവരായിരുന്നു ആൺമക്കൾ. അതുപോലെ തന്നെ ഇക്ലീമയും ലൂത്തയുമായിരുന്നു പുത്രിമാർ, അദ്ദേഹത്തിന്റെ പുത്രിമാർ. ഹവ്വാക്ക് കാബീലിന്റെ കൂടെയാണ് ഇക്ലീമ ജനിച്ചത്. അതുപോലെ തന്നെ ഹാബീലിന്റെ കൂടെയാണ് ലൂത്തയും ജനിച്ചത്. ശരിക്കും അന്നത്തെ ദൈവ നിയമം അനുസരിച്ച് കാബീല് വിവാഹം ചെയ്യേണ്ടത് ലൂത്തയെയും അതുപോലെ തന്നെ ഹാബീല് വിവാഹം ചെയ്യേണ്ടത് ഇക്ലീമയുമായിരുന്നു. പക്ഷെ ഇതിന് കാബീല് അനുവദിച്ചിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മടിച്ചിരുന്നു. കാരണം അയാളുടെ സ്വഭാവം പറയുകയാണെങ്കിൽ അയാൾ കഠിന ഹൃദയനായിരുന്നു, മനസ്സിൽ തീരെ അലിവില്ലാത്ത ആളായിരുന്നു. അതുപോലെ തന്നെ എന്ത് ക്രൂരതയും ചെയ്യാൻ ഒരു മടിയും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളായിരുന്നു അയാള്. അതായത് കാബീല് അദ്ദേഹത്തിന്റെ സഹോദരനെ ഹാബീലിനെ അധിക സമയത്തും ദ്രോഹിച്ചിരുന്നു. എന്നാൽ ഹാബീലിന്റെ സ്വഭാവം പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സൗമ്യനും, ആർക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ നല്ലൊരു പെരുമാറ്റത്തിന്റെ ഉടമയും, ആർക്കും ആകർഷിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അത്രയും നല്ല പെരുമാറ്റമായിരുന്നു. കാബീല് അയാളുടെ എന്ത് ദ്രോഹം ചെയ്താലും ഹാബീല് അതിനൊരു പ്രതികാരമോ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് എല്ലാം മനസ്സിൽ ക്ഷമിക്കുകയും അതൊക്കെ സഹിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി ഇക്ലീമിനെ പറ്റി പറയുകയാണെങ്കിൽ സുന്ദരിയും സൗമ്യമായിരുന്നു. അതായത് ഹാബീലിന് ചേർന്ന ഒരുവള്. എന്നാൽ ഇക്ലീമയെ വിവാഹം കഴിക്കുന്നു പറഞ്ഞത് കാബീലാണ്. ഹാബീൽ ഇക്ലീമയെ വിവാഹം ചെയ്യുന്നത് കാബീൽ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഇതൊരു തർക്ക പ്രശ്നമായി. ആദം നബി കാബീലിനെ ഇതിൽ നിന്നും വിലക്കാൻ ശ്രമിച്ചിട്ടും കാബീലെ താനെടുത്ത അതിൽ തന്നെ ഉറച്ചു നിന്നു. തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എത്ര പറഞ്ഞിട്ടും അതിൽ നിന്നും വഴങ്ങിയില്ല. അങ്ങനെ ഇത് ഒരു തർക്ക പ്രശ്നമായി. തർക്കം അവസാനം ഒരു വഴിപാട് നടത്താൻ വേണ്ടി ആദം നബിയുടെ നേതൃത്വത്തിൽ ഒരു വഴിപാട് നടത്താൻ വേണ്ടി അവസാനം തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദം നബിയുടെ നേതൃത്വത്തിൽ വഴിപാട് നടത്തി. അങ്ങനെ ഹാബീലിന്റെ വഴിപാടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത്. അദ്ദേഹം വളരെ നല്ല മനുഷ്യരായിരുന്നു. ഇത് ഹാബീലിന് വളരെയധികം സന്തോഷമാക്കുകയും എന്നാൽ കാബീലിന് വളരെ അധികം കുപിതനാക്കുകയും അദ്ദേഹം വളരെ കോപിച്ചു. അതുപോലെ തന്നെ കൊലവിളി വരെ അദ്ദേഹം നടത്തി. അയാൾക്കിത് സഹിക്കാനായില്ല. അയാള് ഹാബീലിനോട് പറയുകയാണ്, നിന്നെ ഞാൻ കൊല്ലും തീർച്ചയെന്ന് പറഞ്ഞു. എന്നാൽ ഹാബീൽ ഇതൊക്കെ കേട്ടിട്ടും അയാളുടെ തൻ്റെ സൗമ്യ സ്വഭാവം അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്നില്ല. അദ്ദേഹം ശാന്ത സ്വരത്തിൽ തന്നെ അദ്ദേഹം പറയാണ്, ഇല്ല, നീ എന്നെ കൊല്ലാൻ കൈ ഉയർത്തിയാലും നിന്നെ ഞാൻ വധിക്കാൻ കൈ നീട്ടുകയില്ല എന്ന് പറഞ്ഞ് നല്ല സ്വഭാവത്തിൽ തന്നെ, സൗമ്യ സ്വഭാവത്തിൽ തന്നെ തുടരുകയാണ്. കാരണം ഹാബീല് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ കാബീലിനെ ശാന്തനാക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി വിചാരിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി ഭയപ്പെട്ട് തൻ്റെ ആ ക്രൂരമായ സ്വഭാവത്തിൽ നിന്നും പിന്തിരിയേണ്ടതായിരുന്നു. പക്ഷെ അയാൾ അതുണ്ടായില്ല. അയാൾ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നുണ്ടായത്. അങ്ങനെ കാബീലിന്റെ മനോഗതി മനസ്സിലാക്കിയ ഹാബീല് ഇക്ലീമയും കൂട്ടി സ്ഥലം വിടുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. കുറെ കാലമൊന്നും നീണ്ടുന്നില്ല. ഇക്ലീമ മാതാവാകാൻ പോകുന്നത് കാബീൽ അറിയുകയാണ്. അങ്ങനെ കാബീൽ അദ്ദേഹത്തിന്റെ കോപം ഇരട്ടിക്കുകയാണ്. അത് ഒരു കൂർത്ത
മൂർത്ത് കല്ലെടുത്ത് ഹാബീലിനെ കുത്തിക്കൊല്ലുകയാണ്. അങ്ങനെ എന്താണ് മൃതദേഹം ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു സന്ദർഭം വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാക്കകളെ അയച്ച് എന്താണ് മൃതദേഹം ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ കാബീൽ ഹാബീലിനെ മറമാടുകയും എന്നിട്ട് കാബീൽ ഈ ലോകത്തിൽ ഒറ്റപ്പെടുകയാണ്. പ്രത്യക്ഷത്തിൽ ജയിച്ചത് കാബീലാണ്, തോറ്റത് ഹാബീലും. പക്ഷെ യഥാർത്ഥ സ്ഥിതി മറിച്ചാണ്. ഹാബീല് വിശ്വാസവും വിശുദ്ധിയും വിനയവും വിട്ടുവീഴ്ചയുമുള്ള നല്ലവരിൽ നല്ലവനാണെന്ന് വേദഗ്രന്ഥങ്ങളിലൊക്കെ വാഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.